പാർട്ടിക്കകത്തും പുറത്തും നിലപാടുകൾ തുറന്നു പറയാൻ ധൈര്യമുള്ള ആളാണ് ശ്രീ കെ ഇസ്മായിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFിനുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് അങ്ങ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. കാരണം കർഷക തൊഴിലാളി പെൻഷൻ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. അതിലേറെ സാമാന്യ ജനങ്ങളെ ഒട്ടാകെ ബാധിക്കുന്നതാണ് ഈ സിവിൽ സപ്ലൈസിൻ്റെ സാധനങ്ങളില്ലായ്ക ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇതൊക്കെ വീടുകളിൽ പോയി വോട്ടർമാരെ കാണുമ്പോൾ അവർ സംസാരിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഗവൺമെൻറ് വിരോധ രീതിയിലേക്ക് വളർന്നു വരുന്നതെന്ന് കരുതിയിട്ടില്ല. അത് ഒരു പ്രധാന ഘടകമാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ധാർഷ്ട്യം ഒരു പരിധിവരെ ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു ആരോപണമാണോ, പരാതിയാണോ അവരുടെ ഭാഗത്ത്? തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ, തള്ളിക്കളയുന്നില്ല, ഒന്നും തള്ളിക്കളയുന്നില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ തല അവരുടെ താഴണം. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് എന്നൊരു ധാരണയിൽ ജനങ്ങളോട് പെരുമാറാൻ സാധിക്കണം. ആ എളിമ ഉണ്ടായിട്ടുണ്ട്? ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും വിമർശനമുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിക്ക് വിമർശനമുണ്ട്, ഞങ്ങൾ വ്യക്തിപരമായിട്ട് പലർക്കും വിമർശനമുണ്ട്. നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, മന്ത്രിമാരെ കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലം നമുക്ക് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല എന്ന ഒരു നിലയെടുത്താൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാകുന്നുള്ള കാര്യം പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകും. അതുകൊണ്ട് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കണം. സ്വയം ഓരോരുത്തരും തിരുത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കണം. പാർട്ടികൾ പരിശോധിക്കണം, വ്യക്തികൾ പരിശോധിക്കണം. അങ്ങനെ സമൂലമായ ഒരു തിരുത്തൽ പ്രക്രിയയിലൂടെ മാത്രമേ ഈ ഗവൺമെൻറ്റിൻ്റെ സൽപ്പേര് ഉയർത്തിപ്പിടിക്കാനും ഇപ്പോൾ വന്ന പോരായ്മകൾ നികത്താനും കഴിയുമെന്നാണ് ഞങ്ങളുടെ പക്ഷം. ചില നിലപാടുകളിലുണ്ടായ വ്യതിചലനങ്ങൾ, അതോടൊപ്പം തന്നെ നേതാക്കളുടെ പെരുമാറ്റം, ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ, ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.